ഒരു ദിവസം ഒരു ഗ്രാമപ്രദേശത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുഞ്ഞും അമ്മയും കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് ആരോ ആ കുഞ്ഞിനെ അമ്മയുടെ അടുത്തുനിന്ന് തട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ തന്നെ വേറൊരാൾ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ തന്നെ വിളിക്കാൻ വരുന്ന ബ്രദറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ അമ്മ വിചാരിക്കുന്നു ഇയാളാണ് തൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഈ ആളുടെ അടുത്ത് വന്ന് അമ്മ കുറെ ബഹളം ഉണ്ടാക്കുന്നു, ആളെ കൂട്ടുന്നു, പോലീസ് വരുന്നു. അപ്പോഴത്തേക്കും തന്നെ ഈ പുള്ളിയുടെ ചേട്ടൻ മനസ്സിലാക്കുന്നു, അതായത് ഇയാളല്ല കൊച്ചിനെ വേറൊരാൾ ഓടിപ്പോകുന്നത് പുള്ളി കണ്ടെന്നും പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോലീസ് അവിടുത്തെ ഒരു രീതി വെച്ചിട്ട് അവർക്കത് വലിയ കാര്യമൊന്നുമുള്ളൊരു കാര്യമൊന്നുമല്ല എന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയാണ്. അപ്പം ഈ രണ്ട് വന്ന ബ്രദേഴ്സിൽ ഒരാൾക്ക് പറയാണ് അത് നമുക്ക് ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, ഈ കൊച്ചിനെ കണ്ടുപിടിക്കാൻ ഈ അമ്മയെ സഹായിക്കണം എന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് ഒരു ജേർണിയിലേക്ക്. ഇതൊരു റിയൽ ലൈഫ് ബേസ്ഡ് മൂവിയാണ്. ഹിന്ദിയിൽ സ്റ്റോളൻ എന്ന് പറഞ്ഞ ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സോ ഈ സിനിമയിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. യൂഷ്വൽ ഹിന്ദി സിനിമയിലുള്ള പോലെ നായകനുകളുടെ പറന്നിടിക്കുന്ന പരിപാടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു തീം വെച്ചിട്ട് നമ്മളെ തന്നെ ടെൻഷൻ അടുപ്പിച്ച് സീക്വൻസും ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞ ഈ സിനിമ കാണുമ്പോൾ ഇന്ത്യയിലെ തന്നെ പല ഭാഗത്തേക്കും പോകാൻ തന്നെ പേടിയാവും. അമ്മാതിരി കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ വേറൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കരുത് എന്ന് കാണിക്കുന്ന ഒരു കാരണം ഇതിൽ ഇവർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇവരാണ് കുറ്റവാളി എന്ന് സ്പ്രെഡായി ഇവർക്കെതിരെ ആളുകൾ തിരിയുന്ന സീക്വൻസും ഇതിൽ കാണിക്കുന്നു. സോ ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ഗീവ് ഇറ്റ്.